നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബംഗാൾ വിഭജനവും 1905 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ പ്രസിഡൻസിയെ, അന്നത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിരുന്ന ബംഗാൾ പ്രസിഡൻസിയെ രണ്ടായി വിഭജിച്ചത്. അതിന് കഴ്സൺ പ്രഭു പറഞ്ഞ കാരണങ്ങൾ ഇത്തരത്തിലുള്ളൊരു വലിയ ഭൂപ്രദേശത്തെ ഒരു സ്റ്റേറ്റായി നിലനിർത്തിക്കൊണ്ട് കാര്യക്ഷമമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നും അതുകൊണ്ടാണ് രണ്ടായി വിഭജിക്കുന്നതെന്നും ആണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ കഴ്സൺ പ്രഭു പൂർവ്വ ബംഗാളിനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇത് വെസ്റ്റ് ബംഗാളിലെ ജനങ്ങളെ കോപാകുലരാക്കി, അവരെ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം തങ്ങളെ ഭാഷാപരമായി ന്യൂനപക്ഷമാക്കുന്നതിനും തങ്ങളുടെ ദേശീയ പ്രസ്ഥാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിനും നിർജീവമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഗൂഢമായ ശ്രമമാണിതെന്നാണ് വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ മനസ്സിലാക്കിയതും അവർ പറഞ്ഞതും. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വിഭജനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ തുടങ്ങി. ശരിക്കും ഭാഷാപരമായ ഒരു ന്യൂനപക്ഷമായി വെസ്റ്റ് ബംഗാൾ മാറിക്കഴിഞ്ഞത് ഈ ഒരു വിഭജനത്തിനൊപ്പം തന്നെ അസമിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും ഒറീസയുടെയും ബീഹാറിൻ്റെയും ഒക്കെ പല ഭാഗങ്ങളും ഈ വെസ്റ്റ് ബംഗാളിനോടൊപ്പം തന്നെ കൂട്ടിയോജിപ്പിച്ചു. അതോടെ ബംഗാളി സംസാരിക്കുന്ന ജനവിഭാഗം അവിടെ ദുർബലരും അതുപോലെ തന്നെ ഭൂരിപക്ഷമില്ലാത്തവരും മാറി, ഭാഷാ ന്യൂനപക്ഷമായി അവർ മാറി. അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുകയും തങ്ങളുടെ ബംഗാളി ഭാഷയെ തന്നെ കാലക്രമേണ നശിപ്പിച്ചു കളയുമെന്നുമൊക്കെയുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായി. തൽഫലമായി ശക്തമായ സമരങ്ങൾ ബംഗാൾ ജനത ഏറ്റവും നല്ല കൾച്ചേർഡും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസപരമായി അല്പം ഉയർന്നവരുമായിരുന്നു. നിരവധിയായ സാമൂഹിക പ്രവർത്തകരും രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരൊക്കെ ഉജ്ജ്വലമായ ഒരു സാംസ്കാരിക ഇടം ബംഗാളിൽ ആ കാലഘട്ടത്തിൽ തന്നെ പടുത്തുയർത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് ശരിക്കും ബംഗാൾ ദേശീയ പ്രസ്ഥാനങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ചത്. അതുകൊണ്ട് തന്നെയായിരുന്നു ബംഗാളിനെ തളർത്തുക എന്നുള്ള ഒരു കഴ്സൺ പ്രഭുവിൻ്റെ നിഗൂഢമായ ലക്ഷ്യം അദ്ദേഹം മനസ്സിലാക്കിയത്. ബംഗാളിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യയിലുള്ള മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തെ ആളിക്കത്തിക്കുകയും നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളും നിവേദനങ്ങളുമൊക്കെ നൽകി അങ്ങനെ 1911 അന്നത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമൻ ഈ ബംഗാളിനെ വിഭജിച്ച തീരുമാനം റദ്ദു ചെയ്യുകയും വീണ്ടും ബംഗാളിനെ പുനരേകീകരിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.